നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിയും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്തേക്കാണ്. വെൽക്കം ടു ഹാലോങ് ബേ. ആയിരക്കണക്കിന് മാർബിൾ ദ്വീപുകളും നീലക്കടലും ചേർന്നുള്ള കാഴ്ചകൾ നമുക്ക് ഒരിക്കലും മായാത്ത അനുഭവങ്ങളും ചിത്രങ്ങളുമാണ് മനസ്സിൽ കോരിയിടുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എന്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹാലോങ് ബേയിലേക്കുള്ള ടൂർ നടത്തുന്ന ധാരാളം ടൂറിസ്റ്റ് കമ്പനികൾ ഹാനോയിലും പരിസരത്തുമുണ്ട്. ഹോട്ടലിൽ നിന്നുമുള്ള പിക്കപ്പും ഡ്രോപ്പും ഉൾപ്പെടെ ഹാലോങ് ബേ കണ്ടിട്ട് തിരിച്ചു വരുവാൻ ഏതാണ്ട് 4500 മുതൽ 5000 രൂപ വരെയാണ് ഇവിടുത്തെ ഏജൻസികൾ ചാർജ് ചെയ്യുന്നത്. ഹാനോയിൽ എത്തുന്ന ദിവസം തന്നെ ഹാലോങ് ബേയിലേക്കുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുവാൻ ശ്രമിക്കുക. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ വിവരങ്ങളും ഫോൺ നമ്പറും കൊടുക്കുക. ടൂർ ഗൈഡ് എക്സാക്ട് സമയത്ത് തന്നെ വന്ന് രാവിലെ നമ്മളെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകും. 170 കിലോമീറ്ററോളം നീളമുള്ള ഈ യാത്ര കവർ ചെയ്യുവാൻ ഏതാണ്ട് 2 മുതൽ 3 മണിക്കൂർ വരെ സമയമെടുക്കും. Registration with the management department of the bay. So it means I would like to ask for your general information, including for information. The first one will be the full name, your full name. The second is the year of birth. യാത്രയിലിടയ്ക്ക് നമുക്ക് ഫ്രഷ് ആകാനും മറ്റുമുള്ള സൗകര്യമുണ്ട്. ഇവിടെ നല്ല പുഴുങ്ങിയ മുട്ടയും നമ്മുടെ നാട്ടിലെ കൂട്ട് കുമ്പിളപ്പത്തിന്റെ പലഹാരങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. കുമ്പിളപ്പത്തിന്റെ അകത്ത് മധുരത്തിന് പകരം കൊഞ്ചോ മറ്റോ ആയിരിക്കും ഫില്ലിംഗ് ആയിട്ടുള്ളത്. അങ്ങനെ ഏതാണ്ട് 3 മണിക്കൂറത്തെ ഡ്രൈവിംഗിന് ശേഷം ഞങ്ങൾ ഹാലോങ് ബേയുടെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഗൈഡ് നേരത്തെ തന്നെ ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിരുന്നത് കൊണ്ട് നേരെ ഞങ്ങൾ ക്രൂയിസ് ടെർമിനലിലേക്ക് പോവുകയാണ്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ ദിവസവും ഹാലോങ് ബേ കാണാൻ എത്തുന്നത്. ഇതിൽ ഭൂരിപക്ഷവും വിദേശികളാണ് താനും. ഇവർ കൊണ്ടുവരുന്ന ഫോറിൻ എക്സ്ചേഞ്ച് തന്നെയാണ് വിയറ്റ്നാമിന്റെ ഇൻകത്തിലെ ഒരു പ്രധാന ഭാഗം. ഒരേ സമയം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ടെർമിനലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ അടുക്കും ചിട്ടയോടെയുമാണ് ഓരോ കാര്യങ്ങളും ഇവിടെ നടന്നു പോകുന്നത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഞങ്ങളുടെ ബോട്ടിന്റെ അടുത്തെത്തി. ഏതാണ്ട് 50 മുതൽ 60 വരെ ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇടത്തരം ബോട്ടുകളാണ് ഡേ ക്രൂയിസിനായി ഇവിടെ ഉപയോഗിക്കുന്നത്. ഓവർനൈറ്റ് സ്റ്റേ ചെയ്യുന്നവർക്കായുള്ള വലിയ ബോട്ടുകളും ധാരാളമുണ്ട്. വെൽക്കം ഡ്രിങ്ക്സും സ്നാക്സും ഉൾപ്പെടെ വളരെ വിശാലമായ ഒരു സ്പ്രെഡാണ് ഇവിടെ സ്നാക്സിനും ലഞ്ചിനുമായിട്ട് ഒരുക്കിയിരിക്കുന്നത്. എന്റെ കൂടെ യാത്ര ചെയ്യുന്നവർ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇവിടെ വന്നവരാണ്. ഇവരിൽ ചിലരൊക്കെ റിമോട്ട് വർക്കിംഗ് അഡോപ്റ്റ് ചെയ്തിട്ട് യൂറോപ്പിൽ നിന്നും വിയറ്റ്നാമിൽ മാസങ്ങളായി താമസിക്കുന്നവരുമാണ്. ഞങ്ങൾ ക്രൂയിസ് ബോട്ടിൽ കയറി കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും ഞങ്ങളുടെ മുന്നിൽ കൂറ്റൻ മാർബിൾ മലകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കടലിന്റെ ഉള്ളിൽ അങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ഈ മലകൾക്ക് കോടിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. ഓരോ മലയ്ക്കും ഓരോ ഷേപ്പാണ്.
ഇളം കാറ്റും അനുഭവിച്ചുകൊണ്ട് പച്ചയും നീലയും വെള്ളയും കലർന്ന ഈ അന്തരീക്ഷത്തിലൂടെ ഒരു ചെറിയ ബോട്ടിൽ അങ്ങനെ യാത്ര ചെയ്യുക എന്നുള്ളത് ഒരു പ്രത്യേക അനുഭവമാണ്. യാത്ര തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരമെത്തി. വയറു നിറയെ കഴിക്കാനുള്ള വിഭവങ്ങൾ ഞങ്ങളുടെ ടേബിളിൽ നിരന്നു. ഹാലോങ് ബേയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ലഞ്ച് കഴിച്ചു തീർത്തു. ആയിരക്കണക്കിന് മാർബിൾ മലകളാണ് ഹാലോങ് ബേയിലുള്ളത്. ഇവയിൽ ചില മലകൾക്ക് നല്ല ഉയരവുമുണ്ട്. ഹാലോങ് ബേയിലെ ഈ മലനിരകളിൽ സ്ഥിരമായി താമസിക്കുന്നവർ ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെ നേരത്തെ താമസിച്ചിരുന്ന കുറച്ച് മുക്കുവരുണ്ടായിരുന്നു. അവരെയും ഗവൺമെന്റ് ഇപ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ദ ചിക്കൻ ലെഗ്സ് എന്നറിയപ്പെടുന്ന രണ്ട് ചെറിയ മാർബിൾ കൂനുകൾ. നമ്മളിപ്പോ ക്രൂയിസ് ബോട്ടിൽ നിന്നും പുറത്തിറങ്ങി ഒരു ചെറിയ ബോട്ടിൽ കയറി ഭീമാകാരമായ ഒരു മാർബിൾ റോക്കിന്റെ കീഴിലൂടെ ബോട്ടിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഹാലോങ് ബേ യാത്രയിലെ മറക്കാനാവാത്ത അനുഭവമായിരുന്നു ഈ ചെറിയ ബോട്ടിൽ കയറി മാർബിൾ മലയുടെ കീഴിലൂടെയുള്ള യാത്ര. മലയുടെ കീഴിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരിൽ ചിലരൊക്കെ ഞങ്ങളെ അഭിവാദ്യം ചെയ്ത് കടന്നു പോകുന്നുണ്ട്. കോടിക്കണക്കിന് വർഷങ്ങളെടുത്തായിരിക്കും മാർബിൾ മലകളിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായത്. ഇത് കാണാനും അനുഭവിക്കാനും വേണ്ടിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് സഞ്ചാരികൾ വിയറ്റ്നാമിലേക്ക് ഒഴുകിയെത്തുന്നത്. വേലിയേറ്റ സമയത്ത് ജലനിരപ്പ് ഉയരുന്നതിനാൽ തല കുനിച്ചു വേണം ഈ പർവ്വതത്തിന്റെ കീഴിലൂടെ യാത്ര ചെയ്യാൻ. മലയുടെ കീഴിലൂടെ യാത്ര ചെയ്ത് നമ്മൾ എത്തുന്നത് വിശാലമായ ഒരു ലഗൂണിലേക്കാണ്. ലഗൂണിൽ ഏതാനും നിമിഷങ്ങൾ ചെലവഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വന്ന വഴിയെ തന്നെ മടങ്ങിപ്പോകും. മാർബിൾ മലകൾക്കുള്ളിലെ അത്ഭുത ലോകമായ സങ് സോട്ട് കേവിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ചാണ് ഗുഹയുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. പടികൾ കയറി നമ്മൾ എത്തിച്ചേരുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതി രൂപപ്പെടുത്തിയെടുത്ത ഈ ഗുഹാ സമുച്ചയത്തിലേക്കാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതി രൂപപ്പെടുത്തിയെടുത്ത ഈ ശില്പങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ടു നിന്നാൽ സമയം പോകുന്നത് അറിയുകയില്ല. വളരെ മനോഹരമായ ലൈറ്റിംഗ് ആണ് ഈ ഗുഹയിൽ എവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഈ കാഴ്ചകളുടെ സൗന്ദര്യം ഒന്നുകൂടെ കൂട്ടുന്നതേ ഉള്ളൂ. പ്രകൃതി കൊത്തിയെടുത്ത ഈ ശില്പങ്ങളെ കുറേയേറെ നേരം കണ്ടു നിന്നിട്ട് ഞങ്ങൾ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. ഹാലോങ് ബേ യാത്രയിലെ അടുത്ത ഡെസ്റ്റിനേഷൻ ടീറ്റോപ്പ് ഐലൻഡ് ആണ്.
റഷ്യൻ ഗഗനസഞ്ചാരിയായിരുന്ന ടീറ്റോവ് ഈ ദ്വീപ് സന്ദർശിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇതിന് ടീറ്റോപ്പ് ഐലൻഡ് എന്ന് പേരിട്ടിരിക്കുന്നത്. ദ്വീപിന്റെ ഒരു വശത്തുള്ള ബീച്ചിൽ ദ്വീപ് കാണാൻ വന്ന സന്ദർശകരും മുക്കുവരും ചേർന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ദ്വീപിൽ കുറച്ച് സമയം ചെലവഴിച്ചിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ തിരികെ കരയിലേക്ക് മടങ്ങുകയാണ്. ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് ദാ വന്നുകൊണ്ടിരിക്കുന്നു. നേരം സന്ധ്യയോടടുക്കുകയാണ്. ദ്വീപിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് യാത്രക്കാർ മടങ്ങി തുടങ്ങി. എത്ര കണ്ടാലും കേട്ടാലും മതിവരാത്ത അനുഭവങ്ങളാണ് ഹാലോങ്ങിലെ ഈ യാത്ര എനിക്ക് തന്നത്. ഇങ്ങനെയുള്ള കാഴ്ചകളും അനുഭവങ്ങളും ജീവിതത്തിൽ വല്ലപ്പോഴും മാത്രമാണ് കിട്ടുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഇവിടെ നിന്നും മടങ്ങാൻ തോന്നുന്നില്ല. സ്വർണ്ണപ്രഭയോടെ സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ മടങ്ങുകയാണ്. പക്ഷേ അതിൻ്റെ പ്രഭ ഹാലോങ് ബേയിലെ വെള്ളത്തിൽ അങ്ങനെ തിളങ്ങുന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സൂര്യാസ്തമയങ്ങളിൽ ഒന്നായിരുന്നു ഹാലോങ് ബേയിലെ ഈ സൂര്യാസ്തമയം. ബോട്ടിലെ ഇന്ത്യൻ യാത്രക്കാർക്ക് വേണ്ടി ഹിന്ദി സൂപ്പർ ഹിറ്റ് സോങ്സ് മുഴങ്ങിത്തുടങ്ങി. ആ പാട്ടുകൾ കേട്ടുകൊണ്ട് ഹാലോങ് ബേയിലെ സൂര്യാസ്തമയം കണ്ടുകൊണ്ട് ഞങ്ങൾ നഗരത്തിലേക്ക് മടങ്ങി. നിങ്ങൾക്ക് ഹാലോങ് ബേയെ പറ്റിയുള്ള എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് ബെൻസൺ ജോൺ സൈനിങ് ഓഫ് ഫ്രം ബെൻസൺസ് ട്രാവൽസ്.